This video is sponsored by Skyle. Hello guys, welcome back to AAA Gaming, where we don't die, we just respawn. So we are here with top 5 games that were banned for controversial reasons. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. At number 5, we have 2006-ൽ Rockstar Games പുറത്തിറക്കിയ ബുള്ളി എന്ന ഗെയിം. As the name suggests, ബുള്ളി ചെയ്യുക എന്നത് മാത്രമായിരുന്നു ഈ ഗെയിം കൊണ്ടുള്ള ഒരേ ഒരു ഉദ്ദേശം. The game is set up in a prep school named Bullsworth Academy. And ഗെയിമിലെ പരിപാടികളെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വഴിയെ പോണവരുടെ എല്ലാം മണ്ടയ്ക്ക് കയറുക, അതേ ഉള്ളു. 2008-ലാണ് ഈ ഗെയിമിന് ബാൻ ഏർപ്പെടുന്നത്. കുട്ടികളിലും വിദ്യാർത്ഥികളിലും ബുള്ളി നല്ല രീതിയിൽ മോശം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നു എന്നത് തെളിഞ്ഞതിനാലായിരുന്നു ഈ സംഭവം. സ്കൂളുകളിൽ ആക്ച്വലി പിള്ളേർ ഇത് കണ്ടിട്ട് ഇതേ രീതിയിൽ ഓരോ കുട്ടികളെ ബുള്ളി ചെയ്യാൻ തുടങ്ങിയത് ഒരു ട്രെൻഡ് വരെ ആയി മാറി. അങ്ങനെയാണ് ഈ ഗെയിം ബാൻ ചെയ്തത്. നമ്പർ 4, ലോകമെമ്പാടും ഒരുപാട് ആരാധകരുള്ള, ഇപ്പോഴും കോടിക്കണക്കിന് പ്ലെയേഴ്സ് ഉള്ള വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ഗെയിമാണ് ഫോർട്ട്നൈറ്റ്. നിങ്ങൾക്ക് അറിയാമായിരുന്നോ പല രാജ്യത്തും ഫോർട്ട്നൈറ്റ് ബാൻഡ് ആണെന്നുള്ളത്? ഈ ഗെയിമിൻ്റെ ഒരു മെറിറ്റ് തന്നെയാണ് ഇതിൻ്റെ ബാനിന് കാരണവും. ഇറ്റ്സ് അഡിക്റ്റീവ് നേച്ചർ. കുട്ടികളിൽ അങ്ങേയറ്റം അഡിക്ഷൻ ഉണ്ടാക്കുന്നുവെന്നും പഠനത്തിൽ നിന്നും ശ്രദ്ധ മാറുന്നുവെന്നും അവകാശപ്പെട്ടായിരുന്നു ഈ ഗെയിം ബാൻഡ് ആയിട്ടുള്ള. അഫ്ഗാനിസ്ഥാൻ, ഇറാഖ് പോലുള്ള രാജ്യങ്ങളിൽ അതോറിറ്റീസ് ഈ ഗെയിമിന് ബാൻ ഏർപ്പെടുത്തിയത്. അറ്റ് നമ്പർ 3, വി ഹാവ് 2003 പുറത്തിറങ്ങിയ റണ്ണിങ് വിത്ത് സിസേഴ്സും വിപ്ടൈൻ ഇന്ററാക്റ്റീവ് എന്ന ഈ രണ്ട് ഗെയിമിംഗ് കമ്പനികളും ചേർന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത പോസ്റ്റൽ 2. ഈ ഗെയിമിന് ഇത്രത്തോളം കുപ്രസിദ്ധി കിട്ടിയതിനുള്ള കാരണം എന്തെന്നാൽ അത് ഇതിൻ്റെ ഡാർക്ക് ഹ്യൂമറും അങ്ങേയറ്റം എക്സ്ട്രീം ആയിട്ടുള്ള വയലൻസും കൊണ്ടാണ്. ഇപ്പോഴും ഈ ഗെയിം ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ പോലുള്ള സ്ഥലങ്ങളിൽ ബാൻഡ് ആണെന്ന് നിങ്ങൾക്കറിയോ? അതോറിറ്റീസ് ഇങ്ങനെയുള്ള തീരുമാനം എടുക്കാനുള്ള കാരണം തന്നെ ഇത്രത്തോളം ഒഫൻസീവ് ആയിട്ടുള്ള ഗെയിം പ്ലേയും കിൽ എനിത്തിങ് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡും കുട്ടികളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നതുകൊണ്ടാണ്. ഗെയിമിൻ്റെ റിലീസും അതിനുശേഷമുള്ള ബാനും ഒക്കെ ഗെയിമിംഗ് ലോകത്ത് ഒരുപാട് കോൺട്രവേഴ്സിക്ക് ഇടയാക്കി. BGM കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിയോ? എനിക്ക് ഞെട്ടണ്ട. അറ്റ് നമ്പർ 2, വി ഹാവ് നൺ അതർ ദാൻ GTA San Andreas. ഫൈസിറ്റി ഇറക്കിയപ്പോൾ തന്നെ അങ്ങോളം ഇങ്ങോളം ഒരുപാട് കേസുകൾ റോക്ക് സ്റ്റാറിനെതിരെ വന്നെങ്കിലും ചല്ലി വില്ലി എന്ന് പറഞ്ഞ് പൊക്കോണ്ടിരുന്ന റോക്ക് സ്റ്റാറിനെ ഒന്ന് വിറപ്പിച്ച കേസായിരുന്നു സാൻ ആൻഡ്രിയാസിൻ്റെ. 18+ റേറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് സെയിൽസിനെ ഒരുപാട് ബാധിക്കും എന്നുള്ളത് കൊണ്ട് ഹോട്ട് കോഫി മോഡ് എന്ന സംഭവം ഗെയിമിൽ ഒളിപ്പിച്ച് വെച്ചായിരുന്നു സാൻ ആൻഡ്രിയാസ് ഇറക്കിയത്. അതായത് ഗെയിമിലെ നായകനായ CJയും തൻ്റെ ഗേൾ ഫ്രണ്ട്സും തമ്മിലുള്ള ചില കുൽസിതകൾ റോക്ക് സ്റ്റാർ നൈസായിട്ടങ്ങ് ഒളിപ്പിച്ചു. പക്ഷേ എൻജിനീയറായ ഒരു GTA ഫാൻ തന്നെ ഈ അഡൾട്ട് കോണ്ടൻസ് കണ്ടുപിടിക്കുകയും അത് പുറത്തു കൊണ്ടുവരികയും ചെയ്തു. ഭീമമായ ഒരു തുക പിഴയും പിന്നീട് ഗെയിമിന് 18+ റേറ്റിംഗും കൊടുത്തു. ആൻഡ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ഹിലരി ക്ലിൻ്റൺ വരെ ഗെയിമിനെതിരെ രംഗത്ത് വന്നു. റോക്ക് സ്റ്റാർ പൂട്ടി പോകേണ്ട അവസ്ഥ വരെ വന്നു. ആൻഡ് ഈ ലോ സൂട്ട്സ് എല്ലാം ലിഫ്റ്റ് ആവുന്നവരെ ഗെയിമിന് ബാനും കൊടുത്തു. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ആ ലിസ്റ്റ് എക്കാലവും കുപ്രസിദ്ധമായ ദി മാൻഹണ്ട് 2. 2007 പുറത്തിറങ്ങിയ ഈ സ്റ്റെൽത്ത് ബേസ്ഡ് ഹൊറർ ഗെയിം ഇന്നും പല രാജ്യങ്ങളിലും ബാൻഡാണ് ഡ്യൂ ടു ഇറ്റ്സ് എക്സ്ട്രീം വയലൻസ് ആൻഡ് ഗ്രാഫിക് കോണ്ടന്റ്. ക്രിട്ടിക്സ് അന്ന് ഉന്നയിച്ച പ്രസ്താവന എന്തെന്നാലും ഇതിൻ്റെ ഗെയിം പ്ലേ അത്രത്തോളം ബ്രൂട്ടലാണെന്നാണ്. ലൈക്ക് കുട്ടികൾ പോയിട്ട് പബ്ലിക്കിന് പോലും അത്രയധികം ഡിസ്റ്റർബിങ് ആയിരുന്നു എന്നതാണ്. ഇതിൽ ഓരോ കിൽസും കുട്ടികളിൽ ചെറുപ്പത്തിലെ ഇത്രത്തോളം സാഡിസവും വയലൻസും വളർത്തുന്നതും ഈ ഗെയിമിന് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിരുന്നു. ഒത്തിരിയേറെ എഡിറ്റുകൾ ഗെയിമിൽ വരുത്തിയെങ്കിൽ പോലും ഈ അലിഗേഷൻസിനെതിരെ നിലനിൽക്കാൻ ഗെയിമിന് കഴിഞ്ഞില്ല. റിലീസിന് ശേഷം ലോകത്ത് അങ്ങോളം ഇങ്ങോളം ഈ ഗെയിം ഇപ്പോഴും കാര്യമായ പരിശോധനയും വിവാദങ്ങളും നേരിട്ട് കൊണ്ടേയിരിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർസ്. These are the top 5 games which were banned due to controversial reasons. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ആൻഡ് ഇങ്ങനത്തെ ഗെയിമിംഗ് റിലേറ്റഡ് കോണ്ടൻസ് ഇനിയും വേണമെങ്കിൽ ചാനലൊന്ന് ടിങ് ടിങ് സബ്സ്ക്രൈബ് ചെയ്തേക്കും. സോ ദിസ് ഇസ് മീ അർജുൻ സൈനിങ് ഔട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ വി ആർ ഗെയിമേഴ്സ്. നമ്മൾ ചാവില്ലല്ലോ, വി ജസ്റ്റ് റീസ്പോൺ. ബൈ. കുറഞ്ഞ ഫീസിൽ നെറ്റ് JRF എന്ന സ്വപ്നം നേടിയെടുക്കാൻ ഒരു സുവർണ അവസരം. എക്സ്പേർട്ട് മെൻറ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടി ക്വാളിറ്റി കോച്ചിങ് ആണ് സ്കൈൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ നെറ്റ് JRF എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കോൺടാക്ട് സ്കൈൽ ഓൺ 8547262962.